ഇനി ഞങ്ങൾ ആരോടും വരാനും പറയണില്ല, വരണ്ടാന്നും പറയില്ല. പക്ഷെ ഞങ്ങളുടെ 3 വർഷം എന്താണ് ഞങ്ങൾക്ക് UK എന്നുള്ളത് ഞങ്ങൾ നിങ്ങളോട് പറയുകയാണ്. നമ്മൾ വരുന്നതിന് മുന്നേ ഈ ഏജൻസി എന്ന് പറയുമ്പോഴത്തേക്ക് അവരുടെ തുറന്നു തന്നെ പറയാം, സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് അവർ നമ്മളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. അല്ലാതെ നമ്മളെ പഠിപ്പിച്ച് എഞ്ചിനീയർ ആയിക്കളയാന്നോ നമ്മളെ പഠിപ്പിച്ച് MBBS ആയിക്കളയാന്നുള്ള ഒരു കാരണം അവർക്കില്ല. അവർക്ക് വ്യക്തമായിട്ടുള്ള കമ്മീഷൻ വൈസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുന്നതുകൊണ്ടാണ് അവർ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയോട് സജസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ ആ യൂണിവേഴ്സിറ്റി അവർ പറയുന്ന രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കരിയർ അല്ല, അവരുടെ പോക്കറ്റ് മാത്രമേ നിറയത്തുള്ളൂ. ഹായ് ഫ്രണ്ട്സ്, അബീസിയുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഈ അടുത്തായിട്ട് ഇപ്പം യൂട്യൂബിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും എവിടെ നോക്കിയാലും UK പറ്റിയുള്ള സംസാരമാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ നാട്ടിൽ നിന്ന് ഒത്തിരി പേര് വിളിച്ചിട്ട് എന്നോട് ബ്രോ ഈ വീഡിയോ കണ്ടോ UK പറ്റി ഇങ്ങനെയാണ് പറയണത്. ചിലർ UK പറ്റി പോസിറ്റീവ് മാത്രമാണ് പറയണത്, നെഗറ്റീവ്. ഞങ്ങൾ ഈ വണ്ടിയിൽ 5 പേര് ഇരിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ആർക്കും പേഴ്സണലി ഒരു ഏജൻസിയുടെ ആളുമല്ല, ഞങ്ങൾ ഇന്നേ വരെ ഒരാളെയും കൊണ്ടുവന്നിട്ടില്ല. പക്ഷേ ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഏകദേശം എല്ലാവരും ഓൾമോസ്റ്റ് ഒരു 3 years ആയവരാണ്. ഞങ്ങളുടെ എക്സ്പീരിയൻസിലുള്ള കാര്യം ഇനി ഞങ്ങൾ ആരോടും വരാനും പറയണില്ല, വരണ്ടാന്നും പറയില്ല. പക്ഷേ ഞങ്ങളുടെ 3 വർഷം എന്താണ് ഞങ്ങൾക്ക് UK എന്നുള്ളത് ഞങ്ങൾ നിങ്ങളോട് പറയുകയാണ്. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്തിട്ട് പോവാം. അപ്പം നമുക്ക് ഹരിയുടെ നിന്ന് തുടങ്ങാം. എങ്ങനെയാണ് ഹരിക്ക് 3 വർഷം കൊണ്ട്? ബേസിക്കലി ഞാനിവിടെ വന്നിട്ട് കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ 3 വർഷവും ഏകദേശം 4 മാസവും എന്തോ ആവാറായി. ഞാൻ തുറന്നു പറയുകയാണെന്നുണ്ടെങ്കിൽ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നവർ, അതായത് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നവരെ 2 തരത്തിലാണ് ആൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഒന്നെന്ന് പറയുന്നത് ഇങ്ങോട്ട് വരണ്ട എന്ന് പറയുന്ന നിരാശരായിട്ട്, അതായത് ഇവിടെ വന്നിട്ട് സ്പൂൺ ഫീഡിങ് പ്രതീക്ഷിച്ച് ഇങ്ങോട്ട് വന്നിട്ട് ആ ഒരു രീതിയിലുള്ള റിസൾട്ട് കിട്ടാതെ നിരാശരായിട്ട് പോയവർ അവരുടെ മോശം അഭിപ്രായങ്ങൾ മാത്രമേ ഈ രാജ്യത്തെ പറ്റി പറയത്തുള്ളൂ. അതിപ്പോൾ ഇവിടെ നിന്നല്ല, ഇപ്പോൾ UK എന്ന് പറയുന്നൊരു സെർട്ടൺ കൺട്രിയെ പറ്റി മാത്രമല്ല, നമ്മൾ ജോലി അന്വേഷിച്ചോ അല്ലെന്നുണ്ടെങ്കിൽ എഡ്യൂക്കേഷൻ സീക്ക് ചെയ്തോ പോകുന്ന ഏതൊരു സ്ഥലത്ത് ചെന്നിരുന്നാലും അവിടെ നമുക്ക് വേണ്ട ഒരു റിസൾട്ട് കിട്ടിയെന്നുണ്ടെങ്കിൽ നമ്മളെ രാജ്യത്തിൻ്റെ മോശം കാര്യങ്ങൾ പറയും. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു ബിസിനസ് നടത്തി, ഒരു തീപ്പെട്ടി കമ്പനി തുടങ്ങിയവൻ, ആ തീപ്പെട്ടി കമ്പനി തുടങ്ങി പൊട്ടിയവൻ എപ്പോഴും ആ തീപ്പെട്ടി കമ്പനി ഒരിക്കലും ഒരുത്തന്നെ എടുക്കലെന്നേ പറയത്തുള്ളൂ. എന്നാൽ ഒരു തീപ്പെട്ടി കമ്പനിയായിട്ട് വിജയിച്ചവനാണെങ്കിൽ അവനതിനെ പോസിറ്റീവ് പറയും, തീപ്പെട്ടി കമ്പനി ഇട്, നിനക്ക് രക്ഷപ്പെടാൻ പറ്റും എന്ന് പറയും. അത്രയേ ഉള്ളൂ ഇവിടുത്തെ കാര്യം. ഇവിടെ വന്ന് രക്ഷപ്പെട്ടവൻ അതിൻ്റെ പോസിറ്റീവ് പറയും, ഇവിടെ വന്ന് രക്ഷപ്പെടാൻ പറ്റാത്തവൻ നെഗറ്റീവ് പറയും. പിന്നെ ഇവിടെ വന്ന് രക്ഷപ്പെടാത്തവരുടെ അല്ലെന്നുണ്ടെങ്കിൽ അവരെ വിചാരിച്ച കണക്ക് റിസൾട്ട് കിട്ടാത്തവരാണ് കൂടുതൽ പേര്. ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരുപാട് ഇവിടുത്തെ നെഗറ്റീവ്, അതായത് ഇവിടെ വന്നു കഴിഞ്ഞാൽ രക്ഷപ്പെടത്തില്ല, ഇവിടെ വന്നു കഴിഞ്ഞാൽ അങ്ങനെയാണ്, ക്ലൈമറ്റിനെ പറ്റി മോശം പറയുന്നു, NHS പറ്റി മോശം പറയുന്നു, പിന്നെ ഇവിടെ ജോലി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നെ സംബന്ധിച്ച് 3 വർഷത്തിന് മുന്നേ ഞാനെടുത്ത ഒരു സെർട്ടൻ ടൈമിൽ ഞാനെടുത്തൊരു തീരുമാനം, എൻ്റെ ചോയ്സ് ആയിരുന്നു ഇങ്ങോട്ട് വരിക എന്നുള്ളത്. ഈ മൊമെൻറ്റ് വരെ ഞാൻ ആ ഒരു തീരുമാനത്തിൽ ഒരു കുറച്ച് പോലും റിഗ്രറ്റ് ചെയ്യുന്നില്ല. കാരണം നമ്മളൊരു ഏജിൽ, നമ്മളൊരു സമയത്ത് നമ്മളൊരു തീരുമാനം എടുക്കുക, അതായത് ഒരു കംഫർട്ട് സോൺ ഉണ്ട്, നമ്മുടെ നാടും അതായത് നമ്മുടെ ആ ഒരു പ്രൈവറ്റ് സ്പേസും ഒക്കെ വിട്ടിട്ട് നമ്മൾ പുതിയൊരു രാജ്യത്ത് അല്ലെങ്കിൽ പുതിയ സ്ഥലത്ത് നിന്ന് നമ്മൾ പുതിയതായിട്ട് ചെയ്യാൻ പോണ കാര്യം അത് നമ്മൾ ഒറ്റയ്ക്കാണ്. അത്രയും നാൾ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയുടെയോ ഒക്കെ സപ്പോർട്ടിൽ നിന്ന് നമ്മൾ പൊട്ടി വെളി വരെയാണ്. ആ സമയത്ത് നമ്മളെ നെക്സ്റ്റ് ചെല്ലുന്ന സ്ഥലം നമ്മൾ അഡാപ്റ്റ് ചെയ്യുന്ന രീതി അനുസരിച്ചിരിക്കും. ഇവിടെ വന്ന് നമ്മൾ പേടിച്ച് നമ്മളെ കൊണ്ടൊന്നും കഴിയില്ല എന്ന് വിചാരിക്കുന്നിടത്ത് നമ്മൾ തോറ്റു തുടങ്ങിയാണ്. ഇവിടെ വന്ന് ആവശ്യക്കാരനാണ്, നമുക്കൊരു ജോലി ഒരു ആവശ്യമാണ്, അല്ലെങ്കിൽ നമ്മൾ പഠിക്കാൻ വന്ന കോഴ്സിൻ്റെ റിസൾട്ട് നമുക്കൊരു ആവശ്യമാണ്. ആ ആവശ്യം നമ്മൾ എവിടെ കൊണ്ട് എത്തിക്കും എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള കാര്യം, അല്ലേ? നമ്മളെല്ലാവരും ഇവിടെ വന്നത് സത്യത്തിൽ രക്ഷപ്പെടണം എന്നുള്ള ഉദ്ദേശത്തിലാണ്. അതായത് കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാശ് വേണം, അല്ലേ? നമുക്കിവിടെ നല്ല റിസൾട്ട് വേണം, നമുക്ക് കാശുണ്ടാക്കുക. ഇവിടെ നമ്മുടെ നാട്ടിലേക്ക്, കാരണം എക്കോണമിക്കലി ഇവിടെ എന്തോരം ഡെവലപ്ഡ് ആണ്. ഞാനിപ്പോൾ എൻ്റെ നാടിനെ അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് കുറ്റം പറയല്ല, പക്ഷേ സ്റ്റിൽ എക്കോണമിക്കലി നമ്മൾ എന്തോരം പിറകിലാണ് എന്നുള്ളത് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് പറ്റത്തുള്ളൂ. അതായത് നമ്മളിവിടെ നാട്ടിലിരുന്ന് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ മറ്റൊരു രാജ്യത്ത് നിൽക്കുന്നവരെയോ അല്ലെന്നുണ്ടെങ്കിൽ അവിടെ പോയവരെയോ പല രീതിയിൽ കളിയാക്കിയും അല്ലെന്നുണ്ടെങ്കിൽ പല രീതിയിൽ അവരെ വിമർശിച്ചൊന്നും വീഡിയോ ചെയ്തിട്ട് കാര്യമില്ല. നമ്മളൊരു സ്ഥലത്തെ പറ്റി അറിയണമെങ്കിൽ അവിടെ പോവുക, അവിടെ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. അവിടെ നിന്ന് എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാം. എനിക്ക് ഇന്ന കാര്യങ്ങൾ കൊണ്ടാണ് ഇവിടെ പറ്റാതിരുന്നത്. എനിക്ക് വീഡിയോ ചെയ്ത പലരുടെയും പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുന്നത് എനിക്ക് മനസ്സിലായത് അവരാരും ഒരുപാട് കഷ്ടപ്പെടാൻ റെഡി ആയിട്ടുള്ളവരൊന്നും അല്ലായിരുന്നു. അവർക്കിതൊരു ആവശ്യമായിരുന്നെങ്കിൽ അവരിതിൻ്റെ അവസാന അറ്റം വരെയും പോയനെ. നമുക്കൊരാവശ്യമാണെന്ന് തോന്നണം, അല്ല നമ്മൾ സ്പൂൺ ഫീഡിങ് മാത്രം പ്രതീക്ഷിച്ച് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ NHS കാര്യം പറഞ്ഞ് നമുക്ക് നാട്ടിലുള്ളവർക്ക് കംഫർട്ട് കിട്ടത്തില്ല. എത്രയൊക്കെ പറഞ്ഞാൽ നമ്മളിവിടെ ഒരു ഔട്ട്സൈഡറാണ്. ഇവിടെ ഔട്ട്സൈഡർ അല്ല, ഇവിടുത്തെ ബ്രിട്ടീഷ് സിറ്റിസൺസ് നമുക്ക് കിട്ടുന്ന അതേ കെയറേ കിട്ടുന്നുള്ളൂ, അല്ലേ? എന്നെഴുതിയിട്ട് UK നിങ്ങൾ ഗ്ലോബലായിട്ടുള്ള സർവീസ് നോക്ക്, എന്നെഴുതി UK ഒരു ഭയങ്കര മോശം ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥലമല്ല. പക്ഷേ ഇവിടെ പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഇവിടെ അവരെല്ലാം കറക്റ്റായിട്ടുള്ള പ്രൊസീജിയേഴ്സ് വഴിയേ പോകത്തുള്ളൂ. നമ്മുടെ നാട്ടിൽ ഒരു കരടച്ച രസീത് തുടങ്ങി എന്തോരം പോകണം ആലോചിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഒരുപാടുണ്ട്. അങ്ങനെ എല്ലാ രാജ്യത്തിനും ഉണ്ട് ഫ്ലോസ്. നമ്മുടെ രാജ്യത്ത് നിന്ന് കഴിഞ്ഞാൽ എല്ലാ രാജ്യത്തിനും അതിൻ്റെതായ ഫ്ലോസും ഉണ്ട്, പോസിറ്റീവും ഉണ്ട്. എന്നെ സംബന്ധിച്ച് ഇവിടെ നിന്ന് എനിക്ക് കിട്ടിയ നെഗറ്റീവിനെക്കാട്ടിയും പോസിറ്റീവാണ് കിട്ടിയത്.
അത് എനിക്ക് എവിടെയും പറയാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഇനിയിപ്പോൾ ആര് ഈ രാജ്യത്തെ പറ്റി എന്ത് തന്നെ പറയുന്നാലും ശരി, ഞാനെടുത്ത തീരുമാനം എന്നെ ഇതൊരിക്കലും തോപ്പിച്ചിട്ടില്ല. അതിപ്പോഴും ഞാൻ ബെറ്റർ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റിക്ക് ട്രൈ ചെയ്യുന്നുണ്ട്. മറ്റേ നെല്ലും പതിനും മാറ്റുക എന്ന് പറയില്ലേ, ആ ഒരു പരിപാടിയാണ് ഇവിടെ ഒരു കടൽ കണക്ക് സംഭവമുണ്ട്. അത് നമുക്ക് ആവശ്യമുള്ളത് എന്താണോ എടുക്കണം. പിന്നെ ഇങ്ങോട്ട് വരാൻ നിൽക്കുന്നവരടുത്ത് ഒരിക്കലും ഞാൻ ഇങ്ങോട്ട് ഇവിടെ വന്നാൽ രക്ഷപ്പെടും എന്നുള്ള രീതിയിലുള്ള മെസ്സേജ് അല്ല ഉദ്ദേശിക്കുന്നത്. കാരണം എന്നറിയാമോ, നമ്മൾ വരുന്നതിന് മുന്നേ ഈ ഏജൻസി എന്ന് പറയുമ്പോഴത്തേക്ക് അവരുടെ തുറന്നു തന്നെ പറയാം, സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് അവർ നമ്മളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. അല്ലാതെ നമ്മളെ പഠിപ്പിച്ച് എഞ്ചിനീയർ ആയിക്കളയാന്നോ നമ്മളെ പഠിപ്പിച്ച് MBBS ആയിക്കളയാന്നുള്ള ഒരു കാരണം അവർക്കില്ല. അവർക്ക് വ്യക്തമായിട്ടുള്ള കമ്മീഷൻ വൈസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുന്നതുകൊണ്ടാണ് അവർ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയോട് സജസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ ആ യൂണിവേഴ്സിറ്റി അവർ പറയുന്ന രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കരിയർ അല്ല, അവരുടെ പോക്കറ്റ് മാത്രമേ നിറയത്തുള്ളൂ. നമുക്ക് നമ്മുടെ കരിയറും നമ്മുടെ ഗ്രോത്തുമാണ് ഇമ്പോർട്ടൻ്റ് എന്നുണ്ടെങ്കിൽ നമുക്ക് വ്യക്തമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് റിസർച്ച് ചെയ്യുക. നമ്മൾ പഠിക്കാൻ പോണ കോഴ്സ്, നമ്മളെ യൂണിവേഴ്സിറ്റീസ്, എനിക്കറിയാം ഇഷ്ടം പോലെ നാട്ടിൽ നിന്നുള്ള ഏജൻസീസ് യാതൊരു വിധത്തിലുള്ള അഫിലിയേഷനോ യാതൊരു വിധത്തിലുള്ള പ്രോപ്പറായിട്ടുള്ള ഗൈഡ് ലൈൻസോ ഒന്നും പാലിക്കാത്ത ഒരുപാട് ചവറ യൂണിവേഴ്സിറ്റിയിലോട്ട് പിള്ളേരെ ചുമ്മാ കമ്മീഷൻ കിട്ടുന്നുള്ള പേരിൽ മാത്രം തള്ളി നിറയ്ക്കുന്നുണ്ട്. കാരണം അവർക്ക് കാശ് കിട്ടും. നമ്മൾ കൊടുക്കുന്ന സാധാരണ ഫീസാണ് കൊടുക്കുന്നത്. ഒരാൾ 12 ലക്ഷം, മിനിമം 12 ലക്ഷം രൂപ ഇല്ലാതെ ഒരു PG കോഴ്സ് ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല. ഒരാൾ 12 ലക്ഷം രൂപയുടെ കോഴ്സ് എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോഴത്തേക്കും ഒരു ശരാശരി ഏജൻസി കിട്ടുന്നത് 2 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ്. ഞാൻ ഏറ്റവും ചെറിയ എമൗണ്ടാണ് പറയുന്നത്, 2 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ്. അപ്പം അങ്ങനെ കമ്മീഷൻ കിട്ടുന്ന സമയത്ത് അവരെപ്പോഴും നമ്മളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കത്തേ ഉള്ളൂ. പക്ഷേ നമുക്ക് ഈ രാജ്യം ആപ്റ്റാണോ? ഇപ്പം എൻ്റെ ഒരു കരിയർ എന്ന് പറയുമ്പോൾ മ്യൂസിക്കിലാണ്, അല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലുമാണ്. ആ കാര്യത്തിന് നമ്മുടെ പർട്ടിക്കുലർ ആയിട്ടുള്ള കരിയറിന് ഈ രാജ്യം ആപ്റ്റാണോ നമ്മൾ സെർച്ച് ചെയ്യണം. ഇവിടെ അതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെയാണ്, എഞ്ചിനീയറിങ്ങിന് ഇവിടെ പെട്രോൾ എഞ്ചിനീയറിങ്ങിൻ്റെ ഇവിടുത്തെ ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെയാണ്, ഇവിടെ ജോലി സാധ്യത ഉണ്ടോ, ഞാൻ ഇവിടെ അങ്ങനെ ഇവിടെ അത് പഠിച്ചവരെ പറ്റി നമ്മൾ അന്വേഷിക്കുക, അവരുടെ അടുത്ത് ചോദിക്കുക. അവരോട് ചോദിച്ചിട്ട് ആ ചോദ്യങ്ങൾ തന്നെ ചോദ്യങ്ങളുടെ ഉത്തരം നമ്മൾ അതേ കണക്ക് എടുക്കരുത്, അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എടുക്കുക. അതുപോലെ ഒരുപാട് റിസർച്ച് ചെയ്യണം. കാര്യം നമ്മുടെ ഫ്യൂച്ചറാണ് അല്ലേ. നമ്മളിപ്പോൾ ഒരു ബിസിനസ്സുകാരനാവണോ, നമുക്കിപ്പോൾ ഒരു ജോലിക്കാരനാവണോ, നമ്മളിപ്പോൾ ഇന്നതായിട്ട് റിസർച്ച് ചെയ്യുന്ന ഒരാളാവണോ, അതെല്ലാം ഇരിക്കുന്നത് നമ്മുടെ തന്നെ കയ്യിലാണ്. അത് നമ്മൾ ഈ ഒരു പ്രായത്തിലിരുന്ന തീരുമാനത്തിലാണ്. നമ്മുടെ തീരുമാനം നമ്മൾ എത്രത്തോളം സൂക്ഷിച്ചെടുക്കുന്നു അത്രത്തോളം. അല്ലാതെ നമ്മൾ ചുമ്മാ ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ യൂട്യൂബേഴ്സിനായിരുന്നാലും ശരി, ഇൻഫ്ലുവൻസേഴ്സ്, ഞാൻ അവരാരെയും മോശമായിട്ട് പറയുന്നതല്ല. പക്ഷേ അവർക്ക് അവരുടെ പരിമിതമായിട്ടുള്ള പേഴ്സണലായിട്ടുള്ള ചുരുക്കം ചില ആളുകളിൽ നിന്നുള്ള എക്സ്പീരിയൻസ് ആണ് അവരും ഷെയർ ചെയ്യുന്നത്. ചിലപ്പോൾ അവർക്കറിയാവുന്ന ഒരു 10 പേര് പറയുന്ന അറിവായിരിക്കില്ല നമ്മൾ വേറെ 10 പേര് ചോദിക്കുമ്പോൾ ഉള്ളത്. എല്ലാവർക്കും ഡിഫറൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും. അതുകൊണ്ട് നമ്മുടെ ആവശ്യം എങ്ങനെയാണോ അതിനനുസരിച്ച് നമ്മൾ കാര്യങ്ങളെ സമീപിക്കുക. വ്യക്തമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് റിസർച്ച് ചെയ്യുക. എവിടെ ഇതിപ്പോൾ UK എന്നുള്ള കാര്യമല്ല പറയുന്നത്. UK ഇതിലൊരു കണ്ണി മാത്രമാണ്. കാനഡ, UK, ഫ്രാൻസ്, ജർമ്മനി, പിന്നെ എവിടെയൊക്കെ സിംഗപ്പൂർ പഠിക്കാൻ പോകുന്ന ഫ്രണ്ട്സ് എനിക്കുണ്ടായിരുന്നു, മലേഷ്യ പഠിക്കാൻ പോകുന്ന ഫ്രണ്ട്സ് എനിക്കുണ്ടായിരുന്നു. ആ രാജ്യത്തെല്ലാം ഇതുപോലുള്ള കാര്യങ്ങൾ പറയുമോ? കാര്യം അതേപോലെ രാജ്യങ്ങളിൽ നിന്നെല്ലാം വന്നിട്ടുള്ളവർ ഇതിനൊക്കെ പേഴ്സണൽ ഇൻ്റർവ്യൂ എടുത്തു കഴിഞ്ഞാൽ അവർക്കും പറയാൻ കണ്ട് ഇതിനൊക്കെ ഒരുപാട് കഥകൾ. ഇന്ത്യയെ പഠിച്ച ചിലർക്ക് ജോലിയുണ്ട്. 160 കോടിയോ 150 കോടിയോ ജനങ്ങളുള്ള നാടാണ് നമ്മളത്. പോപ്പുലേഷൻ ഇത്രയും അധികമുള്ളൊരു നാട്ടിൽ കിട്ടാത്ത ഓപ്പർച്യൂണിറ്റി, ഇത്ര ലിമിറ്റഡ് ആയിട്ടുള്ള പോപ്പുലേഷൻ ഒരു കൺട്രി കിട്ടുന്നില്ല എന്നുള്ള പരാതി പറയും ഇന്ത്യയെ പോയിരുന്ന വീഡിയോ ചെയ്യുന്നതിൻ്റെ ഒരു ജെന്യൂനിറ്റി എത്രത്തോളം ചിന്തിച്ച് വെച്ചിട്ടുണ്ടോ? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്. നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പേ ഇതെല്ലാം നിങ്ങൾ തന്നെ ആലോചിക്കണം. നിങ്ങളെ മുമ്പ് വിരലിൻ്റെ തുമ്പത്തുണ്ട് നമുക്ക് എല്ലാം അറിയാനുള്ള എല്ലാ മാർഗ്ഗങ്ങളും. നമ്മുടെ ടെക്നോളജി ഇത്രയും മാത്രം വലുതായിരിക്കുന്ന സമയത്ത് നമുക്ക് എല്ലാം അറിയാൻ എളുപ്പമാണ്. പക്ഷെ നമ്മൾ അറിയാൻ ശ്രമിക്കണം, അത്രേ ഉള്ളൂ. ഇത്രയാണ് കാര്യം എനിക്കും പറയാനുള്ളത്. നമ്മുടെ ചോയ്സാണ്. ഇപ്പോൾ ഹരി പറഞ്ഞ പോലെ നമുക്ക് നാട്ടിൽ വീട്ടുകാരുണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്, റിലേറ്റീവ്സ് ഉണ്ട്. നമ്മളെല്ലാ കാര്യത്തിനും അവിടെ നല്ല സ്റ്റേബിളായിട്ട് നല്ല ലൈഫാണ് പോകണം. വൈകുന്നേരം ആവും, കവലയിൽ പോയിരിക്കും, എല്ലാവരോടും വർത്തമാനം പറയും, രാത്രി വന്ന് കിടന്നുറങ്ങും, നല്ല റൂം, നല്ല ഫുഡ്. അതെ, നമുക്ക് തീരുമാനിക്കാം നമുക്കിപ്പോൾ എന്ത് വേണം. വൈകുന്നേരം 5 മണി തൊട്ട് 6 മണിയുള്ള കംഫർട്ട്. ഞാനൊരു കാര്യം പറയാം, ഞാൻ അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തെന്ന ആളാണ്. എൻ്റെ ഒരു 23 വയസ്സ് വരെയും ഞാൻ എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ ഫാമിലി, എൻ്റെ ആ ഒരു സെർട്ടൻ ആയിട്ടുള്ള എൻ്റെ ദിലീപ് സിനിമ പറഞ്ഞ എൻ്റെ നാട്, റേഷൻ കട, ആ ഒരു പരിപാടിയൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ആളാണ്. പക്ഷേ ഞാൻ ഒരു പ്രായം എത്തിയപ്പോൾ ചിന്തിച്ച് എനിക്ക് എന്താണ് വേണ്ടത്, ശരിക്കും എനിക്ക് ഇതൊക്കെ തന്നെയാണോ വേണ്ടത്, അതോ ഒരു ലോകം എന്താണെന്ന് അറിയണോ, അത് TV-യിൽ മാത്രം കണ്ടാൽ മതിയെന്ന് ഞാൻ തന്നെ ആലോചിച്ചു. നമ്മൾ TV-യിൽ മൊബൈലിൽ മാത്രം കണ്ടാൽ മതിയോ? ഇതൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതാണ് സത്യം പറഞ്ഞാൽ നമ്മൾ നാട്ടിൽ നമ്മളൊരു നല്ല സേഫ് ആ ഒരു കംഫോർട്ട് സോൺ പൊട്ടിച്ച് വരുമ്പോൾ നമുക്ക് ഇവിടെ വരുമ്പോൾ എല്ലാത്തിനും ഇത്രയും ഇപ്പം നമ്മൾ ഒരു ലണ്ടനിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കറിയാം എത്രയോ രാജ്യത്തെ ആൾക്കാർ ലണ്ടനിൽ എവറി ടൈം ഒരു മണിക്കൂർ എടുത്ത് നോക്കിയാലും എത്രയോ 110 രാജ്യത്തിലെ ആൾക്കാർ നമുക്ക് ലണ്ടനിൽ കാണാൻ പറ്റുന്ന. അതൊന്നും ഒരിക്കലും നമുക്ക് കേരളത്തിൽ നിന്നും. പിന്നെ കുറ്റം പറയണവർക്ക് നമുക്ക് എന്തൊക്കെയോ വേണമെങ്കിലും കുറ്റം പറയാം. പിന്നെ ഹരി പറഞ്ഞതിൽ ഒരു കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതായത് നമ്മുടെ നാട്ടിൽ ഒരു ഗവൺമെന്റിന്റെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടാനുള്ള ഡിലേയും ഇവിടെ നമുക്കൊരു ബിസിനസ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ ലാപ്ടോപ്പ് ഇരുന്നുകൊണ്ട് ചുമ്മാ നമ്മൾ ഒന്ന്
എന്താ പറയുക, മെയിൽ അയച്ചാൽ തന്നെ നമ്മുടെ കാര്യങ്ങളിലൂടെ സ്മൂത്താണ്. പിന്നെ ഞാൻ യു കെയിൽ സെറ്റിൽ ആവണമെന്നൊന്നല്ല പറയണം, പക്ഷെ ഇവിടെ വന്ന് ഒരേ കാര്യങ്ങൾ പഠിച്ചെടുത്ത് ഇതെങ്ങനെയെങ്കിലും നമ്മുടെ നാട്ടിൽ ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന് കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ഇതിൽ പറയാൻ തുറന്നൊരു കാര്യം പറയാം, ഇപ്പോഴും ഇത്രയും റെസ്ട്രിക്ഷൻസ് വെച്ചിട്ടും നമ്മുടെ നാട്ടിൽ നിന്ന് ഓരോ ഇൻഡേക്കിലും ഇങ്ങോട്ടേക്ക് വരുന്ന ആപ്ലിക്കേഷനുകളുടെ എണ്ണം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തന്നെ തലപറ്റും. അത് അത്രമാത്രം പേരാണ് ട്രൈ ചെയ്യുന്നത്. ഇത്രയും പേര് ട്രൈ ചെയ്യുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ നാട്ടിൽ പ്രോപ്പറായിട്ടുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റവും ആ എഡ്യൂക്കേഷൻ കഴിഞ്ഞ് ഇറങ്ങുന്ന എല്ലാ ഗ്രാജുവേറ്റ്സിനും കറക്റ്റായിട്ടുള്ള അവരുടെ സ്കില്ലിനനുസരിച്ചുള്ള വേതനം കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ജോലിയും നമ്മുടെ നാടും നമ്മുടെ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരാളും നാട് വിട്ട് വെളിയിൽ പോകില്ല. നമ്മുടെ നാട്, അതായത് നമ്മുടേത് എന്ന് പറയുന്നത് നമ്മുടെ നാടൊക്കെയാണ്. അതായത് നമ്മൾ ജനിച്ച് വീണ് നമ്മൾ നല്ലൊരു പ്രായത്തിൽ കണ്ട സ്ഥലങ്ങൾ നമുക്ക് എപ്പോഴും പ്രിയപ്പെട്ടതായിരിക്കും. അവിടെ നിൽക്കണമെന്ന് നമുക്ക് ആഗ്രഹം. ആ നാട് വിട്ട് മറ്റൊരു രാജ്യത്ത് അവരുടെ ഡെവലപ്മെൻറ്റ് വേണ്ടി ജോലി ചെയ്യുന്ന നമ്മൾ എന്തുകൊണ്ടാണ് അത് ചൂസ് ചെയ്യുന്നത് ആലോചിക്കണം. ഗതികേട് എന്നുള്ളത് ഇൻഡയറക്റ്റായിട്ട് പറഞ്ഞേ പറ്റത്തുള്ളൂ. നമ്മളിവിടെ സെറ്റിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നതിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഇവിടെ വന്ന് എക്സ്പ്ലോർ ചെയ്ത് ഇവിടുത്തെ എക്സ്പീരിയൻസിനെ പറ്റിയല്ല ഞാൻ പറയുന്നത്. ഇവിടെ വന്ന് സെറ്റിൽ ആവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ഇന്ത്യക്കാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇന്ത്യക്കാരെന്നല്ല ഏത് രാജ്യത്തുള്ളവരായിരുന്നാലും അത് ആ രാജ്യത്തിൻ്റെ പോരായ്മ തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇപ്പം നിങ്ങൾക്കിപ്പോൾ കുറച്ച് പേർക്ക് ഒരു സെറ്റനായിട്ടുള്ള കുറച്ച് ആളുകൾക്ക് ചിലപ്പോൾ ഇത് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കൊള്ളുമായിരിക്കും, പക്ഷേ പ്രശ്നമല്ല. പിന്നെ ഒരു കാര്യം, ഇതിപ്പോൾ ആർക്ക് വേദനിച്ചാലും വേദനയും പറയാം. നിങ്ങൾക്ക് തീരുമാനിക്കാം പൊട്ടക്കിണറ്റിൽ കിടന്ന് കരയുന്നൊരു തവളയാവണോ അതോ ആ പൊട്ടക്കിണറ്റിൽ നിന്ന് വെളി വരാൻ ശ്രമിക്കണോ എന്നുള്ളത്. ഈ പൊട്ടക്കിണം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടിനെയല്ല, നിങ്ങളുടെ ചിന്താഗതിയാണ്. ശരിക്കും ആലോചിച്ച് നോക്കണം. പിന്നെ വേറൊരു സംഭവമുണ്ട്, ഞങ്ങൾ 5 പേര് ഈ വണ്ടിയിൽ ഇരിക്കണവരും 5 പേരും 5 സെക്ടറിൽ വർക്ക് ചെയ്യണതാണ്. പക്ഷെ ഞങ്ങൾക്കിടയ്ക്കും ബേസിക് ശമ്പളം എന്ന് പറയുന്നത് എല്ലാവർക്കിടെയും സെയിം ആണ്, ഒരു പെനി പോലും കൂടുതലില്ല. പക്ഷെ നമ്മൾ നാട്ടിൽ നമ്മൾ ഒരു 5 പേരെ എടുത്തു നോക്കി, അവർക്കിടെ ആ ഒരു ഈവൻ ബേസിക് ജോലി തന്നെയാണ് ചെയ്യണമെന്നുണ്ടെങ്കിലും അവർക്കുടെ സാലറി ഒന്ന് നോക്കിയാൽ തന്നെ അറിയാം. അങ്ങനെ പല കാര്യങ്ങളൊക്കെ കാണുമ്പോഴാണ് നമുക്ക് നാടിനോട് ഒരു എന്താ പറയുക താല്പര്യക്കുറവ്, പിന്നെ രാഷ്ട്രീയക്കാർക്കുടെ പവർ, അങ്ങനെ പിന്നെ ഇതെല്ലാം പേഴ്സൺ ടു പേഴ്സൺ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പം നിങ്ങൾ ചൂസ് ചെയ്യുക നിങ്ങൾക്ക് എന്താണ് വേണ്ടത്. അപ്പം ഞങ്ങൾ വണ്ടിയിൽ ഇരുന്നപ്പം UK റിലേറ്റഡ് ആയിട്ടൊരു വീഡിയോ യൂട്യൂബിൽ കണ്ടപ്പം ഞങ്ങളുടെ കാഴ്ചപ്പാടിലുള്ള കാര്യം പറയണമെന്ന് ഓർത്തു. അല്ലാതെ ഞങ്ങൾ ആരും ഇന്നേ വരെ ഒരു സ്റ്റുഡൻറ്റിനെ പോലും UK കൊണ്ടുവരാത്ത വ്യക്തികളാണ്. നിങ്ങൾക്ക് ചൂസ് ചെയ്യാം UK വരണോ വേണ്ടത്. ഇറ്റ്സ് ഓൾ അപ് ടു യു. അപ്പോൾ ഇറ്റ്സ് മീ അബി സൈനിങ് ഓഫ് ഫ്രം അബീസ് UK ചാനൽ. ബൈ മച്ചാനെ.